ഏകദേശം 29 സംസ്ഥാനങ്ങളിൽ പല സംഘടനാ വർക്കുമായിട്ടും ഞാൻ പോയിട്ടുണ്ട്. പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. കേരളത്തിലും പാർട്ടി വളരും. സി ജോർജിന് വെളിപ്പെടുത്തൽ കേട്ടിരുന്നോ? ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റിലെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. FCRI കുറിച്ച് വളരെ വ്യക്തമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. 1976 ആദ്യമായിട്ട് ഇന്ദിരാജിയുടെ സമയത്ത് ഒരു FCRI ബില്ല് വന്നത്. പുറത്തുനിന്ന് കാശ് വരുമ്പോൾ അത് എന്തിനു വരുന്നോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. BJP ദേശീയ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അനിൽ ആൻ്റണി. ഇപ്പോൾ എന്തായാലും റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്, നാഷണൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. വലിയ ഉത്തരവാദിത്തമാണ്. എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് പാർട്ടി നേതൃത്വം അധ്യക്ഷൻ ശ്രീ നിതിൻ നബീൻജിയും മറ്റ് ദേശീയ നേതൃത്വത്തോടും ഈ ഒരു ഉത്തരവാദിത്വം പിന്നെയും എനിക്ക് ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി പറയുന്നു. ഈ കഴിഞ്ഞ 3 വർഷം നഡ്ഡാജിയുടെ ടീമിൻ്റെ ഭാഗമായിരുന്നു. ഇനി വരുന്ന സമയത്തും പാർട്ടി തരുന്ന ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. ഈ ടീം വലിയൊരു മാറ്റത്തിൻ്റെ ടീമുമാണ്. കാരണം നമ്മുടെ പുതിയ അധ്യക്ഷന് 46 വയസ്സേ ഉള്ളൂ. ഇന്ന് ഇന്ത്യയിലെ മീഡിയൻ ഏജ് 29. ഒരുപാട് സംസ്ഥാനങ്ങളിൽ മീഡിയൻ ഏജ് 25-ൽ താഴെയാണ്. ഇങ്ങനെയുള്ളൊരു സമയത്ത് ഒരു പുതിയ അധ്യക്ഷൻ തീർച്ചയായിട്ടും ഒരുപാട് യുവാക്കളെ ടീമിലെടുത്തിട്ടുണ്ട്, മഹിളകളെ ഒരുപാട് എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് ഗരീബ് യുവ, അന്നദാത, നാരി. അതായത് കർഷകർ, യുവാക്കൾ, മഹിളകൾ, പിന്നെ ഇവിടുത്തെ പാവപ്പെട്ടവർ. ഇപ്പോൾ യുവമുഖമാണ്. അത് മാത്രമല്ല ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട്. അപ്പം എങ്ങനെയായിരിക്കും ഇനി സംസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൽ ഏകോപിപ്പിക്കാം സംസ്ഥാനം? കഴിഞ്ഞ 3 വർഷം നഡ്ഡാജിയുടെ ടീമിൽ ഭാഗമായിരുന്ന സമയത്ത് പ്രധാനമായിട്ടും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഇപ്പം നാഗാലാൻഡ്, മേഘാലയ ഇപ്പോഴും പ്രഭാരിയായിരുന്നു. മിസോറാമിൻ്റെ ഇലക്ഷൻ ഇൻചാർജായിരുന്നു. ഏകദേശം 29 സംസ്ഥാനങ്ങളിൽ പല സംഘടനാ വർക്കുമായിട്ടും ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന സമയത്തും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം പുതിയ അധ്യക്ഷനാണ് തീരുമാനിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കും. കേരളത്തിലും പാർട്ടി വളരും. ഇപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ BJPയുടെ ഫണ്ട് അട്ടിമറിയാണ്. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രതികരണം? ഇതൊക്കെ സംസ്ഥാന അധ്യക്ഷൻ അതിനെക്കുറിച്ച് പ്രതികരിച്ച് കഴിഞ്ഞു. ഇപ്പം അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായം. സി ജോർജിന് വെളിപ്പെടുത്തൽ കേട്ടിരുന്നോ? ഞാൻ ഫോക്കസ് ചെയ്യുന്നത് നാഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള നോർത്ത് ഈസ്റ്റിലെ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒറ്റ കാര്യം കൂടെ, ഈ FCRI ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. FCRIയിൽ എന്തായിരിക്കും ഇനി അങ്ങോട്ടുള്ള നിലപാട്? FCRI ഈ പാർലമെൻറ്റ് സെഷൻ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടികൾ അവർ ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ ഡിബേറ്റിന് തയ്യാറായില്ല. ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ പാർലമെൻ്ററി അഫയർസ് മന്ത്രിയും വളരെ വ്യക്തമായി ഏത് ഡിബേറ്റിന് തയ്യാറാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് പോലും ഒപ്പോസിഷൻ ഒരു ദിവസം പോലും ഒരു ഡിബേറ്റിന് തയ്യാറല്ലായിരുന്നു. FCRI കുറിച്ച് വളരെ വ്യക്തമായി ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതായത് 1976 ആദ്യമായിട്ട് ഇന്ദിരാജിയുടെ സമയത്ത് ഒരു FCRI ബില്ല് വന്നത്. അതുതന്നെ വിദേശ ശക്തികൾ പലരും ഇന്ത്യയിലെ പ്രത്യേകിച്ച് സെൻസിറ്റീവായിട്ടുള്ള ഒരുപാട് ഏരിയയിൽ ചില എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നൊരു കാരണം കൊണ്ട് തന്നെയാണ് അന്ന് ഇന്ദിരാജി 76 ഈ ബില്ല് കൊണ്ടുവന്നത്. 2010 UPA സർക്കാരിൻ്റെ കാലത്താണ് അത് കൂടുതൽ ടൈറ്റൻ ചെയ്തത്. ഇന്ന് രാജ്യത്ത് ഒരുപാട് സെക്യൂരിറ്റി കൺസേൺസും നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസും ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാബും കാശ്മീറും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ഒരുപാട് കൺസേൺസ് ഉണ്ട്. ഇത് കാരണമാണ് ആഭ്യന്തരമന്ത്രി കൂടുതൽ സെക്യൂരിറ്റി പെർസ്പെക്റ്റീവിൽ അത് ടൈറ്റൻ ചെയ്യുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ജാതിക്കോ എതിരെയോ ഒന്നുമല്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് പുറത്തുനിന്ന് കാശ് വരുമ്പോൾ അത് എന്തിനു വരുന്നോ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അക്കൗണ്ടബിലിറ്റിയാണ്, അത്രേ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ക്രൈസ്തവ സഭകൾ ഉന്നയിക്കുന്ന ആശങ്കകൾ കേൾക്കുമോ? എല്ലാവരുടെ അഭിപ്രായങ്ങളും ആശങ്കകളും തീർച്ചയായിട്ടും കേൾക്കും. പക്ഷേ ഇതൊക്കെ പല ആശങ്കകളും അത് ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആർക്കും എതിരെയല്ല ഇത്. ഇപ്പം പുറത്തുനിന്ന് ഫണ്ട് വരുമ്പം, ഫോറിൻ ഫണ്ട് വരുമ്പം അത്
എന്തിന് വാങ്ങിക്കുന്നു അതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിന് അക്കൗണ്ടബിലിറ്റി വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് 76-ൽ പ്രധാനമന്ത്രി ഇന്ദിരാജിയും 2010-ൽ UPA സർക്കാരും ഇത് തന്നെയാണ് ചെയ്തത്. ആശങ്കകൾ തെറ്റിദ്ധാരണകളാണെന്നാണ് പറയുന്നത്. അതെ അതെ, ചില ആശങ്കകൾ FCRയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളാണെന്നാണ് എന്തായാലും BJPയുടെ പുതിയ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണി റിപ്പോർട്ടറിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. വലിയ ചുമതലയിലേക്കാണ് തന്നെ കടന്നിട്ടുള്ളത്. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും അത് ഏറ്റെടുക്കും, കരുത്തോടെ ഏറ്റെടുക്കും എന്നതുകൂടിയാണ് അനിൽ ആന്റണിയുടെ പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, റിപ്പോർട്ടർ ദില്ലി.